കസ്തൂരി സുഗന്ധം പരത്തുന്ന അപ്സരസുന്ദരികൾ തോറ്റുപോകുന്ന സൗന്ദര്യധാമം സത്യവതി. ഇവൾ ഹസ്തിനപുരിയിലെ മഹാരാജാവ് ശന്തനുവിൻ്റെ പട്ടമഹിഷി. ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ പിറക്കുന്ന പുത്രന്മാരാണ് ഹസ്തിനപുരിയുടെ അനന്തരാവകാശികൾ. ശന്തനു മഹാരാജാവിൻ്റെ ആദ്യ ഭാര്യയായിരുന്ന ഗംഗാദേവിയിൽ പിറന്ന ദേവവ്രതൻ എന്ന പുത്രൻ തൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിനു വേണ്ടി തൻ്റെ കിരീടാവകാശം വേണ്ടെന്ന് വയ്ക്കുകയും നിത്യബ്രഹ്മചാരിയായിരിക്കും എന്ന് ശപഥം ചെയ്യുകയും ചെയ്തു. സത്യവതി വളർന്നത് ഒരു മുക്കുവക്കുടിലിൽ ഒരു കടത്തുകാരൻ്റെ മകളായാണ്. സത്യവതിയുടെ ജനനത്തെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നത് അവർ ചേതി രാജാവായ ഉപരിചര വസുവിന് അദ്രിക എന്ന അപ്സരസിൽ ഉണ്ടായ പുത്രി എന്നാണ്. അദ്രിക ഗർഭിണിയായിരുന്ന വേളയിൽ ബ്രഹ്മാവിൻ്റെ ശാപം നിമിത്തം ഒരു മത്സ്യമായി നദിയിൽ കഴിയേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ മുക്കുവന്മാരുടെ വലയിൽ അദ്രിക എന്ന മത്സ്യം കുടുങ്ങി. മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് 2 കുട്ടികളെ മുക്കുവന്മാർക്ക് ലഭിച്ചു, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടിയെ ചേതി രാജാവായ ഉപരിചര വസുവിന് കൊടുക്കുകയും പെൺകുട്ടിയെ മുക്കുവ മേധാവി സ്വന്തം മകളായി സത്യവതി എന്ന പേര് നൽകി വളർത്തുകയും ചെയ്തു. സത്യവതിക്ക് മത്സ്യത്തിൻ്റെ ഗന്ധമായിരുന്നതിനാൽ അവൾ മത്സ്യഗന്ധി എന്നും അറിയപ്പെടുന്നു. ഗംഗാനദിയുടെ പോഷക നദിയായ കാളിന്ദിയിൽ കടത്തുന്ന ജോലിയായിരുന്നു സത്യവതിയുടെ വളർത്തച്ഛന്. പിതാവിനെ സഹായിക്കുവാനായി സത്യവതിയും പോവുക പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ പരാശരമുനി കാളിന്ദി നദി കടക്കുവാനായി സത്യവതിയുടെ കടത്തിൽ കയറി. അതീവ സുന്ദരിയായിരുന്ന കടത്തുകാരിയെ കണ്ട പരാശരമുനി അവളിൽ അനുരക്തനായി. തൻ്റെ ഇംഗിതം അറിയിച്ച പരാശരമുനിയെ ആവുന്നത്ര തടുക്കാൻ സത്യവതി ശ്രമിച്ചെങ്കിലും അവളിൽ അത്യധികമായ ആസക്തി പൂണ്ട പരാശരമുനിയെ അടക്കി നിർത്താൻ അവൾക്കായില്ല. കൃത്രിമമായ ഒരു മൂടൽമഞ്ഞ് സൃഷ്ടിച്ച് പരാശരമുനി സത്യവതിയെ പരിഗ്രഹിച്ചു. തൻ്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ പ്രത്യുപകാരമായി മുനി സത്യവതിക്ക് 2 വരങ്ങൾ നൽകി. 1. അവളുടെ കന്യകാത്വം നിലനിൽക്കും. 2. മത്സ്യഗന്ധം മാറി അവളിൽ നിന്ന് കസ്തൂരിഗന്ധം പ്രവഹിക്കും എന്നും. പരാശരമുനിയിൽ നിന്നും ഗർഭം ധരിച്ച സത്യവതിക്ക് ഒരു പുത്രൻ ജനിച്ചു. ദ്വൈപായനൻ എന്നാണ് ആ പുത്രൻ്റെ നാമധേയം. പിൽക്കാലത്ത് അദ്ദേഹം വേദവ്യാസൻ എന്നറിയപ്പെട്ടു. ഇദ്ദേഹത്തെ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായാണ് പുരാണങ്ങളിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം കൃഷ്ണദ്വൈപായൻ എന്നും അറിയപ്പെടുന്നു. എപ്പോൾ ആവശ്യം വരുന്നോ അപ്പോൾ താൻ തൻ്റെ മാതാവിൻ്റെ സമീപം എത്തും എന്ന വാക്ക് സത്യവതിക്ക് കൊടുത്ത് ദ്വൈപായനൻ തപസ്സനുഷ്ഠിക്കുവാൻ വനത്തിലേക്ക് പുറപ്പെട്ടു. പിന്നെയും കടത്തുകാരിയായി സത്യവതി പോകുന്ന അവസരത്തിലാണ് ശന്തനു മഹാരാജാവ് അവളെ കാണുന്നതും ഹസ്തിനപുരിയുടെ രാജ്ഞിയായി സത്യവതി മാറുന്നതും.